ദൂരദർശൻ മലയാളം പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ സുപ്രധാന നയങ്ങളും വികസന നേട്ടങ്ങളും പങ്കുവയ്ക്കുന്ന അമൃത ഭാരതം പ്രതിവാര മാഗസിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക് തുടർക്കരുത്തേകാൻ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമനിർമ്മാണം. പാർലമെന്റ് പാസാക്കിയ MSME വികസന ഭേദഗതി ബിൽ 2026 ഇന്ത്യ രാജ്യത്തെ ചെറുകിട സംരംഭകരുടെ ദീർഘകാലത്തെ പ്രതിസന്ധികൾക്ക് സുസ്ഥിര പരിഹാരമാകുന്നു. പണം ലഭിക്കുന്നതിലെ വൈകൽ തടയാനും തർക്കങ്ങൾ കൃത്യസമയത്ത് പരിഹരിക്കാനും ഡിജിറ്റൽ രജിസ്ട്രേഷൻ ലളിതമാക്കൽ എന്നിവയിലൂടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് യാഥാർത്ഥ്യമാക്കുകയാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ. 40 കോടിയിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന MSME മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന പുതിയ ഭേദഗതികളുടെ വിശദാംശങ്ങളിലേക്ക് കാണാം അമൃത ഭാരതം പ്രത്യേക റിപ്പോർട്ട്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 31.1%, കയറ്റുമതിയുടെ 48.5% സംഭാവന ചെയ്യുന്നത് MSME മേഖലയാണ്. 9 കോടിയിലധികം സംരംഭങ്ങൾ നിലനിൽക്കുന്ന ഈ മേഖലയ്ക്കായി 2006 നിയമത്തിൽ കാലാനുസൃതമായ വലിയ മാറ്റങ്ങളാണ് 2026 പുതിയ ബില്ലിലൂടെ വരുത്തിയിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും സൗജന്യമായും പേപ്പർരഹിതമായും സ്വന്തം സ്ഥാപനം ഉദ്യം പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും മുഴുവൻ ആനുകൂല്യങ്ങളും ഈ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കാൻ പുതിയ നിയമം വഴിയൊരുക്കുന്നു. ചെറുകിട സംരംഭകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഉൽപ്പന്നങ്ങൾ നൽകിയാലും കൃത്യസമയത്ത് പണം ലഭിക്കാത്ത അവസ്ഥ. ഇതിന് പരിഹാരമായി ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിംഗ് സിസ്റ്റം അഥവാ ട്രെഡ്സ് നിർബന്ധമാക്കി. എല്ലാ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും MSMEകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ ട്രെഡ്സ് പ്ലാറ്റ്ഫോം വഴി കൃത്യസമയത്ത് ബില്ലുകൾ മാറി നൽകണം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാക്കാൻ നിർദ്ദേശമുണ്ട്. ഇതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ പൂർണ്ണമായും ഒഴിവാകും. തർക്ക പരിഹാരങ്ങൾക്കായി മധ്യസ്ഥതയ്ക്കും ആർബിട്രേഷനും വ്യക്തമായ സമയപരിധി നിശ്ചയിച്ചു. ആദ്യമായി നോട്ടീസ് അയച്ച് 90 ദിവസത്തിനകം മീഡിയേഷൻ നടപടികൾ പൂർത്തിയാക്കണം. മധ്യസ്ഥത പരാജയപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ വിഷയം ആർബിട്രേഷന് വിടണം. തുടർന്നുള്ള 90 ദിവസത്തിനകം അന്തിമ വിധി പ്രസ്താവിക്കണം. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പൂർണ്ണമായും ഓൺലൈനായി തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ODR പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ കോടതികളിൽ കേസുകൾ നീണ്ടുപോയാൽ തർക്കത്തുകയുടെ കുറഞ്ഞത് 50% പരാതിക്കാരനായ സംരംഭകന് നൽകാൻ കോടതി ഉത്തരവിടണം. സുഗമമായ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ചെറുകിട തെറ്റുകുറ്റങ്ങൾക്കുണ്ടായിരുന്ന ക്രിമിനൽ നടപടികളും പിഴകളും പിൻവലിച്ചു. വിവരങ്ങൾ തെറ്റായി നൽകിയാലോ അക്കൗണ്ടുകൾ കൃത്യമായി കാണിച്ചില്ലെങ്കിലോ ആദ്യഘട്ടങ്ങളിൽ മുന്നറിയിപ്പും തുടർന്നുള്ള ഘട്ടങ്ങളിൽ മാത്രം ചെറിയ സാമ്പത്തിക പിഴയും അടച്ചാൽ മതിയാകും. വ്യാപാരികളെ കോടതി കയറ്റുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാർ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. തൊഴിൽ അന്വേഷകർക്ക് പകരം തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഈ MSME ഭേദഗതി നിയമം. തടസ്സങ്ങളില്ലാത്ത വായ്പാ ലഭ്യതയും വേഗത്തിലുള്ള തർക്കപരിഹാരവും അനായാസമായ ഡിജിറ്റൽ സംവിധാനങ്ങളും വഴി ഇന്ത്യൻ ചെറുകിട വ്യവസായങ്ങൾ ലോക വിപണി തന്നെ ഭരിക്കാനുള്ള കരുത്തു പകരുകയാണ്. സ്വയം പര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ ഓരോ സംരംഭകനെയും കൈപിടിച്ചുയർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നിയമനിർമ്മാണം. ഇന്ത്യയുടെ ഹരിതോർജ്ജ മേഖലകളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തിന് വഴി തുറന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത്തായ പദ്ധതി. രാജ്യത്തെ ജൈവമാലിന്യങ്ങളെയും കാർഷിക അവശിഷ്ടങ്ങളെയും കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന ദേശീയ ഏകീകൃത പദ്ധതിയായ ഗോബർധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ സാമ്പത്തിക അടങ്കലുള്ള ഈ ദേശീയ ബയോ എനർജി പദ്ധതി 2026-27 മുതൽ 2035-36 വരെയുള്ള 10 വർഷ കാലയളവിലാണ് നടപ്പിലാക്കുന്നത്. എന്താണ് ഈ കംപ്രസ്ഡ് ബയോഗ്യാസ് അഥവാ CBG? എങ്ങനെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്ന CNGയുമായി തടസ്സമില്ലാതെ കൂട്ടിക്കലർത്താൻ കഴിയുന്നത്? ഒപ്പം കർഷകർക്കും ഗ്രാമീണ സംരംഭകർക്കും ഈ പദ്ധതി എങ്ങനെ തണലാകുന്നു? ഇവയെല്ലാം നമുക്ക് പരിശോധിക്കാം. കാണാം അമൃത ഭാരതം പ്രത്യേക റിപ്പോർട്ട്.
വളരെ ലളിതമായി പറഞ്ഞാൽ ചാണകം, വൈക്കോൽ, പഞ്ചസാര മില്ലുകളിലെ പ്രസ്മഡ്, നഗരങ്ങളിലെ ജൈവ മാലിന്യങ്ങൾ എന്നിവ ശുദ്ധീകരിച്ച് നിർമ്മിക്കുന്ന പുനരുപയോഗ ഊർജ്ജമാണ് കംപ്രസ്ഡ് ബയോഗ്യാസ് അഥവാ CBG. സാധാരണയായി ജൈവമാലിന്യങ്ങൾ അഴുകുമ്പോൾ ലഭിക്കുന്ന അസംസ്കൃത ബയോഗ്യാസിൽ 55 മുതൽ 60% വരെ മാത്രമേ മീഥെയ്ൻ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിലെ കാർബൺ ഡയോക്സൈഡും മറ്റ് ഘടകങ്ങളും നീക്കം ചെയ്ത് 90%-ലധികം ശുദ്ധമായ മീഥെയ്നാക്കി മാറ്റി ഉയർന്ന മർദ്ദത്തിൽ ഘനീഭവിപ്പിച്ചെടുക്കുന്നതാണ് കംപ്രസ്ഡ് ബയോഗ്യാസ്. പ്രകൃതിവാതകത്തിന്റെ അഥവാ CNG-യുടെ അതേ രാസഘടനയാണ് കംപ്രസ്ഡ് ബയോഗ്യാസിലുമുള്ളത്. അതിനാൽ ഇതിന് ഇന്റർഓപ്പറബിലിറ്റി ശേഷി വളരെ കൂടുതലാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന CNG ഇന്ധന പൈപ്പ് ലൈനുകളിലേക്കും ഗാർഹിക PNG നെറ്റ്വർക്കുകളിലേക്കും യാതൊരുവിധ എൻജിൻ മാറ്റങ്ങളോ പൈപ്പ് ലൈൻ മാറ്റങ്ങളോ ഇല്ലാതെ തന്നെ നേരിട്ട് CBG കൂട്ടിക്കലർത്താൻ സാധിക്കും. പെട്രോളിയം ഇന്ധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭാരതത്തിന് സ്വന്തം മണ്ണിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഇതോടൊപ്പം വിദേശ നാണ്യവും വൻതോതിൽ ലാഭിക്കാം. രാജ്യത്തെ CBG ഉൽപ്പാദനം നിലവിലുള്ളതിന്റെ 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബൃഹത്തായ പദ്ധതികളാണ് ഗോബർധൻ മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് അഷ്വർഡ് CBG ഓഫ്-ടേക്ക് അഥവാ CBG-യുടെ വിൽപ്പന ഉറപ്പാക്കുന്നതാണ്. സിറ്റി ഗ്യാസ് വിതരണ കമ്പനികൾ വാഹന CNG-യിലും പൈപ്പ് ഗ്യാസിലും നിർബന്ധമായും CBG ബ്ലെൻഡ് ചെയ്യണം. 2026-27 3%, 2027-28 4%, 2028-29 മുതൽ 5% CBG നിർബന്ധമായും കലർത്തണം. ഇത് നിർമ്മാതാക്കൾക്ക് ഉറപ്പുള്ള വിപണി നൽകും. രണ്ടാമത്തേത് സുസ്ഥിര വില നിർണ്ണയ സംവിധാനമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന വാതകത്തിന്റെ ഊർജ്ജ മൂല്യമനുസരിച്ച് 1 മില്യൺ BTU അഥവാ MMBTU ഒന്നിന് 2110 രൂപ തറവില നിരക്കിൽ 10 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നു. ഇത് വിപണിയിലെ വില വ്യതിയാനങ്ങളിൽ നിന്ന് സംരംഭകരെ സംരക്ഷിക്കുന്നു. മൂന്നാമത്തേത് മൂലധന സഹായമാണ്. പുതിയ CBG പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പ്രതിദിനം 1 ടൺ ഉൽപാദനശേഷിക്ക് 2 കോടി രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കും. गांव में पशुओं खेतों से मिला कचरा हो, ये सब एक तरह से गोबर्धन ही है. शहर के कचरे और पशुधन से गोबर्धन, फिर गोबर्धन से स्वच्छ इंजन, फिर स्वच्छ ईंधन से ऊर्जा धन. ये श्रृंखला जीवन धन का निर्माण करती है. इस श्रृंखला की हर कड़ी कैसे एक दूसरे से जुड़ी हुई है, उसके प्रत्यक्ष प्रमाण के तौर पर इंदौर का ये गोबर्धन प्लांट अब दूसरे शहरों को भी प्रेरणा देगा. मुझे खुशी है कि आने वाले 2 वर्षों में देश के 75 बड़े नगर निकायों में इस प्रकार के गोबर्धन बायो CNG प्लांट बनाने पर काम किया जा रहा है. ये अभियान भारत के शहरों को स्वच्छ बनाने, प्रदूषण रहित बनाने, क्लीन एनर्जी की दिशा में बहुत मदद करेगा. और अब तो शहरों में ही नहीं बल्कि देश के गांवों में भी हजारों की संख्या में गोबर्धन बायोगैस प्लांट लगाए जा रहे हैं. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും ജൈവവളം സംസ്കരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾക്കും ഈ സാമ്പത്തിക സഹായം ബാധകമാണ്. നാലാമത്തെ ഘടകം പൈപ്പ് ലൈൻ അടിസ്ഥാന സൗകര്യത്തിന്റെ വിപുലീകരണമാണ്. CBG പ്ലാന്റുകളെ പ്രധാന ഗ്യാസ് ലൈനുകളുമായും സിറ്റി ഗ്യാസ് ശൃംഖലകളുമായും ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നതിലൂടെ വാതകം കൊണ്ടുപോകുന്നതിനുള്ള ഗതാഗത ചിലവ് വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കും. അഞ്ചാമത്തേത് വായ്പാ ഗ്യാരണ്ടി സപ്പോർട്ട്. ചെറുകിട ഇടത്തരം സംരംഭകർക്കും വനിതാ സംരംഭകർക്കും പുതിയതായി കടന്നുവരുന്നവർക്കും പദ്ധതി ആരംഭിക്കാൻ ബാങ്ക് വായ്പകൾ അനായാസം ലഭ്യമാക്കുന്നതിനായി സർക്കാർ വായ്പാ റിസ്ക് ഏറ്റെടുക്കുകയും ക്രെഡിറ്റ് ഗ്യാരണ്ടി നൽകുകയും ചെയ്യുന്നു. അവസാനത്തേത് ഇക്കോസിസ്റ്റം ചലഞ്ച് ഫണ്ടാണ്.
ജില്ലാതലത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മാപ്പ് ചെയ്യാനും ശേഖരണ സംവിധാനങ്ങൾ ഉറപ്പാക്കാനും സാങ്കേതിക വികസനത്തിനും ജൈവവളത്തിന്റെ മൂല്യവർദ്ധനവിനുമായി പ്രത്യേക ഫണ്ട് ഉപയോഗിക്കും. ഗോബർധൻ പദ്ധതിയിലൂടെ ഇന്ത്യയിലെ കർഷകർ രാജ്യത്തിന്റെ ഊർജ്ജ പങ്കാളികളായി മാറുകയാണ്. വൈക്കോലും ചാണകവും വിൽക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. മാത്രമല്ല, CBG നിർമ്മാണത്തിന് ശേഷം ലഭിക്കുന്ന അവശിഷ്ടങ്ങൾ മികച്ച രീതിയിൽ സംസ്കരിച്ച് ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ എന്ന പേരിൽ ഗുണമേന്മയുള്ള ജൈവവളമാക്കി മാറ്റുന്നു. ഇത് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും രാസവള ഇറക്കുമതി തടയാനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനും സഹായിക്കുന്നു. മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന തത്വം യാഥാർത്ഥ്യമാക്കി ഗ്രാമീണ ഭാരതത്തെ ഹരിതോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം വിദേശ നാണ്യം ലാഭിക്കാനും ഗ്രാമീണ മേഖലയിൽ 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗോബർധൻ പദ്ധതി വഴി സാധിക്കും. സ്വയം പര്യാപ്തവും വികസിതവുമായ ഒരു നവഭാരത നിർമ്മിതിയിലേക്ക് ഗോബർധൻ പദ്ധതിയിലൂടെ രാജ്യം മറ്റൊരു വലിയ ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. ഇന്ത്യൻ സമുദ്ര അതിർത്തികൾക്ക് പൂർണ്ണ പ്രതിരോധ കവചമൊരുക്കി തദ്ദേശീയ കപ്പൽ നിർമ്മാണ രംഗത്ത് കുതിച്ചുചാട്ടവുമായി ഭാരതം. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് GRSE നിർമ്മിച്ച നാവികസേനയുടെ അടുത്ത തലമുറ പെട്രോൾ കപ്പലായ INS ശ്രുതി വിജയകരമായി നീറ്റിലിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത്, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ നേട്ടം. കടൽ കൊള്ള വിരുദ്ധ ദൗത്യങ്ങൾ, സമുദ്ര നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് അത്യാധുനിക കരുത്തു പകരുന്ന INS ശ്രുതിയും 110-ലധികം യുദ്ധക്കപ്പലുകൾ നാവികസേനയ്ക്ക് കൈമാറിയ GRSEയുടെ വിപ്ലവകരമായ വളർച്ചയും കാണാം അമൃത ഭാരതത്തിന്റെ പ്രത്യേക റിപ്പോർട്ടിലൂടെ. മൂവായിരം ടൺ ഭാരവും 113 മീറ്റർ നീളവുമുള്ള ഈ അത്യാധുനിക കപ്പൽ മണിക്കൂറിൽ 23 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. INS ശ്രുതി പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നെക്സ്റ്റ് ജനറേഷൻ പെട്രോൾ വെസൽ. മുൻ തലമുറയിലെ സരയു, സുകന്യ ക്ലാസ് കപ്പലുകളേക്കാൾ കൂടുതൽ പ്രവർത്തനക്ഷമതയും ആയുധശേഷിയുമുള്ളതാണ് ഈ യുദ്ധക്കപ്പൽ. ഗ്രേറ്റ് ബെയർ നക്ഷത്ര സമൂഹവും ലൈറ്റ് ഹൗസും ആലേഖനം ചെയ്ത എംബ്ലത്തോടെയാണ് INS ശ്രുതി നീറ്റിലിറങ്ങിയത്. ചടങ്ങിൽ സംസാരിക്കവേ തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിന്റെ വിജയമായിരുന്നു വൈസ് അഡ്മിറൽ സഞ്ജയ് സാധു അടിവരയിട്ട് പറഞ്ഞത്. The next generation offshore petrol vessels, including Shruti right in front of us, will add significantly to these capabilities that I was talking about. These ships have been designed as very versatile platforms for a wide range of missions, be it maritime surveillance, protection of offshore assets, coastal security, search and rescue, and humanitarian assistance and disaster relief, HADR. With their modern systems and technologies, these vessels will enhance our ability to maintain a secure and stable maritime environment across our vast area of responsibility. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കാരണം തദ്ദേശീയ കപ്പൽ നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് ഭാരതം കൈവരിച്ചത്. ഇന്ത്യയുടെ 8500 നോട്ടിക്കൽ മൈലിലധികം വരുന്ന വിശാലമായ സമുദ്രതീരത്ത് സുരക്ഷ ശക്തമാക്കാൻ ശ്രുതിക്ക് സാധിക്കും. സമുദ്ര നിരീക്ഷണം, കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ തടയൽ, തീരദേശ സുരക്ഷ, തിരച്ചിലും രക്ഷാപ്രവർത്തനവും എന്നിവയ്ക്ക് പുറമെ പ്രത്യേക സൈനിക ദൗത്യങ്ങൾക്കും ഈ കപ്പൽ സജ്ജമാണ്. ലളിതമായ നാവിക ദൗത്യങ്ങൾക്ക് പുറമെ ആധുനിക റഡാറുകളും സെൻസറുകളും കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസും അടങ്ങിയ ഈ കപ്പൽ ഒരേ സമയം ആശുപത്രിയായും എമർജൻസി കമാൻഡ് സെന്ററായും പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ്. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ GRSEയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണിത്. 1961 ഭാരതത്തിന്റെ ആദ്യ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS അജയ് നിർമ്മിച്ചു നൽകി ചരിത്രമുള്ള GRSE ഇതുവരെ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനുമായി 110-ലധികം യുദ്ധക്കപ്പലുകളും 800-ഓളം മറ്റു യാനങ്ങളും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 2026 മെയ് മാസത്തിൽ സംഘമിത്ര എന്ന ആദ്യ പെട്രോൾ കപ്പൽ നീറ്റിലിറക്കിയതിന് തൊട്ടു പിന്നാലെ വെറും 3 മാസത്തിനുള്ളിലാണ് രണ്ടാമത്തെ കപ്പലായ ശ്രുതിയും
കൊൽക്കത്തയിലെ ഷിപ്പ്യാർഡിൽ നിന്നും നീറ്റിലിറക്കിയത്. GRSCയും ഗോവ ഷിപ്പ്യാർഡും ചേർന്നാണ് നാവികസേനയ്ക്കായുള്ള 11 നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഷോർ പെട്രോൾ വെസലുകൾ നിർമ്മിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ സാങ്കേതികമായി ഉയർന്ന നിലവാരമുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വരാനിരിക്കുന്ന പദ്ധതികളിലൂടെ കൂടുതൽ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളും സ്റ്റെൽത്ത് കപ്പലുകളും നിർമ്മിച്ചു നൽകാൻ GRSC സജ്ജമായി കഴിഞ്ഞു. സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം സമുദ്ര വ്യാപാര പാതകളിൽ തടസ്സമില്ലാത്ത ചരക്ക് നീക്കവും സുരക്ഷയും ഉറപ്പാക്കാൻ INS ശ്രുതി ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ കരുത്താകും. മെയ്ക്ക് ഇൻ ഇന്ത്യ വഴി പ്രതിരോധോപകരണങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഭാരതം മാറുമ്പോൾ നീലക്കടലിൽ ഇന്ത്യയുടെ വിജയം വിളിച്ചോതുകയാണ് ഇത്തരം തദ്ദേശീയ നിർമ്മിതികൾ. ഇന്ത്യൻ സമുദ്ര വ്യാപാര രംഗത്തും വിദേശ ചരക്ക് നീക്കത്തിലും നിർണായക പദ്ധതിയായ CMAS പദ്ധതിയെക്കുറിച്ച് ഇനി കാണാം. ആഗോള വിപണിയിൽ ചരക്ക് നീക്കത്തിനുള്ള ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട 10,000 കോടി രൂപ അടങ്കലുള്ള പദ്ധതിയാണ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം അഥവാ CMAS. 5 വർഷത്തേക്ക് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ വിദേശ കണ്ടെയ്നർ ഇറക്കുമതി അവസാനിപ്പിക്കാനും ഇന്ത്യ നിർമ്മിച്ച ആദ്യ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ലോകവിപണിയിലെത്തിക്കാനും ഭാരതത്തിന് സാധിച്ചു. സമുദ്രമേഖലയിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും പുതിയ ചരിത്ര നേട്ടങ്ങളും മാരിടൈം അമൃത് കാൽ വിഷൻ 2047 പദ്ധതിയുടെ വിശദാംശങ്ങളും കാണാം. അമൃത ഭാരതം പ്രത്യേക റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗമായ UNCTADയുടെ കണക്കനുസരിച്ച് ആഗോള ചരക്ക് വ്യാപാരത്തിന്റെ 80% സമുദ്രപാതകളിലൂടെയാണ് നടക്കുന്നത്. ഇതിൽ അന്താരാഷ്ട്ര വ്യാപാര മൂല്യത്തിന്റെ 2/3 പങ്കും കൈകാര്യം ചെയ്യുന്നത് ISO മാനദണ്ഡമുള്ള കണ്ടെയ്നറുകളിലൂടെയാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം വൻതോതിൽ വളരുമ്പോഴും പ്രതിവർഷം 20 ലക്ഷത്തോളം കണ്ടെയ്നർ നിർമ്മിതികളാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ആഗോള പ്രതിസന്ധികളിലും യുദ്ധസമയങ്ങളിലും വിദേശ കണ്ടെയ്നറുകൾക്ക് ക്ഷാമമുണ്ടാകുന്നത് നമ്മുടെ കയറ്റുമതിയെ സാരമായി ബാധിച്ചിരുന്നു. ഈ വെല്ലുവിളി മറികടക്കാനാണ് 2026-27 കേന്ദ്ര ബജറ്റിൽ 10,000 കോടി രൂപയുടെ CMAS പദ്ധതി പ്രഖ്യാപിച്ചത്. തദ്ദേശീയ കണ്ടെയ്നർ നിർമ്മാണത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ചരിത്രപ്രധാനമായ 2 വലിയ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ഒന്നാമതായി, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമനായ AP മോളർ മേഴ്സ്കിനായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ വിജയകരമായി പുറത്തിറക്കി. ഉത്തർപ്രദേശിലെ ദാദ്രിയിലുള്ള കണ്ടെയ്നർ ഡിപ്പോയിലാണ് രാജ്യാന്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ മെയ്ഡ് ഇൻ ഇന്ത്യ കണ്ടെയ്നർ കൈമാറിയത്. രണ്ടാമതായി, ഇന്ത്യയുടെ നിർമ്മാണ മികവിലുള്ള വിശ്വാസം തെളിയിച്ചുകൊണ്ട് DCM ശ്രീറാം ഗ്രൂപ്പിൽ നിന്ന് 1000-ലധികം കണ്ടെയ്നറുകൾ കൂടി നിർമ്മിച്ചു നൽകാൻ മേഴ്സ്ക് ഓർഡർ നൽകി കഴിഞ്ഞു. ആഗോള വിപണിയിൽ ഇന്ത്യൻ കണ്ടെയ്നറുകൾക്ക് ലഭിച്ച വലിയൊരു വാണിജ്യ അംഗീകാരമാണിത്. പദ്ധതിയുടെ ഭാഗമായി ഒരു സമഗ്ര സമുദ്ര ശൃംഖല നിർമ്മിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഭാരത് കണ്ടെയ്നർ ഷിപ്പിംഗ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോൺകോർ, ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി, ചിദംബരനാർ പോർട്ട്, സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ എന്നിവ സംയുക്തമായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വിവിധ വലിപ്പത്തിലുള്ള 51 പുതിയ കണ്ടെയ്നർ കപ്പലുകൾ വികസിപ്പിക്കുന്നതിനും തദ്ദേശീയ കണ്ടെയ്നർ സംരംഭത്തിനുമായി 99,149 കോടി രൂപയുടെ ബൃഹത്തായ നിക്ഷേപമാണ് സമുദ്രമേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ കണ്ടെയ്നർ നിർമ്മാണ ശേഷി നിലവിലുള്ളതിന്റെ 10 ഇരട്ടിയായി അഥവാ 7.5 ലക്ഷം TEU ആക്കി ഉയർത്തുകയാണ് CMAS ലക്ഷ്യമിടുന്നത്. പുതിയ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ഉറപ്പാക്കും. ഈ പദ്ധതിയിലൂടെ കണ്ടെയ്നർ നിർമ്മാണത്തിലും അനുബന്ധ മേഖലകളിലുമായി 3000 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 50,000-ലധികം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. തദ്ദേശീയ കോട്ടൺ സ്റ്റീൽ, കോട്ടൺ കാർണികുകൾ, വുഡൻ ഫ്രെയിമുകൾ എന്നീ നിർമ്മാണ മേഖലകൾക്കും ഇത് വൻ ഉണർവേകും. ഈ പദ്ധതിയിലൂടെ കണ്ടെയ്നർ നിർമ്മാണത്തിലും അനുബന്ധ മേഖലകളിലുമായി 3000 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 50,000-ലധികം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. തദ്ദേശീയ കോട്ടൺ സ്റ്റീൽ, കോർണർ കാസ്റ്റിങ്ങുകൾ, വുഡൻ ഫ്രെയിമുകൾ എന്നീ നിർമ്മാണ മേഖലകൾക്കും ഇത് വൻ ഉണർവേകും. സമുദ്രമേഖലയുടെ വികസനത്തിനായി മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 2025, കോസ്റ്റൽ ഷിപ്പിംഗ് ആക്ട് 2025, ഇന്ത്യൻ പോർട്സ് ആക്ട് 2025 എന്നീ ചരിത്രപരമായ നിയമനിർമ്മാണങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം വൺ നേഷൻ വൺ പോർട്ട് പ്രോസസ്, മാരിടൈം സിംഗിൾ വിൻഡോ,
ഈ സമുദ്ര എന്നീ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി തുറമുഖ ഇടപാടുകൾ പൂർണ്ണമായും ലളിതമാക്കി. PM ഗതിശക്തി, സാഗർമാല, ദേശീയ ലോജിസ്റ്റിക് നയം എന്നിവയുമായി ചേരുമ്പോൾ ഇന്ത്യയുടെ സമുദ്ര വിപണി പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തമാകും. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് സമുദ്ര വ്യാപാരത്തെ മാറ്റിയെടുക്കുന്ന ചരിത്രപരമായ ചുവടുവെപ്പാണ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം. തദ്ദേശീയമായി കണ്ടെയ്നറുകൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്നതിലൂടെ ലോക സമുദ്ര വ്യാപാരത്തിലെ പുതിയ ശക്തി കേന്ദ്രമായി ഭാരതം മാറുകയാണ്. സമുദ്ര വ്യാപാരത്തിലും കണ്ടെയ്നർ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ച നവഭാരതം ലോകത്തിന്റെ ലോജിസ്റ്റിക് തലസ്ഥാനമായി മാറുമ്പോൾ അടിയറവ് പറയുന്നത് പതിറ്റാണ്ടുകളുടെ ഇറക്കുമതി ആശ്രിതത്വമാണ്. ചക്കയും ഏത്തക്കയും ഇനി ആഗോള വിപണിയിലേക്ക്. PMFMEയിലൂടെ വിജയഗാഥയുമായി ഇടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പാറയിലെ എംപയർ എക്സ്പോർട്സ്. റിപ്പോർട്ട് കാണാം. പാഴായി പോകുന്ന നാടൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധനവിലൂടെ പുതുജീവൻ നൽകി ആഭ്യന്തര വിദേശ വിപണികളിൽ ശ്രദ്ധേയമാവുകയാണ് നെടുങ്കണ്ടം മഞ്ഞപ്പാറയിലെ എംപയർ എക്സ്പോർട്സ്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭം അഥവാ PMFME പദ്ധതിയുടെ കൈത്താങ്ങോടെ ആരംഭിച്ച ഈ വനിതാ സംരംഭം ചുരുങ്ങിയ കാലം കൊണ്ട് വിജയം കൈവരിച്ചു. നാട്ടിൻപുറങ്ങളിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെയും പാഴായും പോകുന്ന ചക്കയെയും ഏത്തക്കായെയുമെല്ലാം ഉയർന്ന ഗുണനിലവാരമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുകയാണ് ഈ സ്ഥാപനം. ഇടുക്കിയുടെ തനത് കാർഷിക സംസ്കാരം വിളിച്ചോതുന്ന വിപുലമായ ഉൽപ്പന്ന നിരയാണ് എംപയർ എക്സ്പോർട്സിനുള്ളത്. ചക്കയുണങ്ങിയത്, ചക്ക മിക്സ്ചർ, ചക്കപ്പൊടി, നാടൻ ശർക്കര വരട്ടി, ഏത്തക്ക ചിപ്സ്, ഇടുക്കിയുടെ സ്വന്തം ഏലക്ക, കുരുമുളക്, ഉയർന്ന ഗുണനിലവാരമുള്ള ചായപ്പൊടി, കാപ്പിപ്പൊടി എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. ഷിജി കൊല്ലംപറമ്പിൽ എന്ന വനിതാ സംരംഭകയുടെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് എംപയർ എക്സ്പോർട്സിന്റെ വിജയത്തിന് പിന്നിലുള്ളത്. ഷിജിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന 5 ജീവനക്കാരും ഈ സംരംഭത്തിന്റെ കരുത്താണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും ശുചിത്വത്തിലും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ ആധുനിക ഡീഹൈഡ്രേഷൻ ഡ്രയറുകളും മറ്റ് അത്യാധുനിക യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇവിടെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ സ്വാദും ഗുണവും ഒട്ടും നഷ്ടപ്പെടാതെ ദീർഘനാൾ സൂക്ഷിക്കാൻ സഹായിക്കുന്ന സംസ്കരണ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ PMFME പദ്ധതി വഴിയാണ് ഈ സംരംഭത്തിനുള്ള സാമ്പത്തിക സഹായം ലഭ്യമായത്. നെടുങ്കണ്ടം യൂണിയൻ ബാങ്കിൽ നിന്നാണ് സംരംഭത്തിനാവശ്യമായ വായ്പ അനുവദിച്ചത്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ധാരാളമായി കണ്ടുവരുന്ന ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടാകുമെങ്കിലും അത് വേസ്റ്റായി പോവുകയാണ്. അത് നമ്മൾ സംരംഭിച്ച് ഇവിടെ ഉണങ്ങി ഡീഹൈഡ്രേറ്റ് മെഷീനാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതിൽ ഉണങ്ങി നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ, നമുക്കറിയാം ധാരാളം മാങ്ങയുണ്ട്, സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് മാങ്ങ. അപ്പോൾ ആ മാങ്ങയും നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അച്ചാറിനും അതുപോലെ തന്നെ പഴം ഉണങ്ങി പഴത്തിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഏത്തവാഴയ്ക്ക, കുട്ടികൾക്കായിട്ട് ബേബി ഫുഡിനായിട്ട് ഏത്തവാഴയ്ക്ക ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ അത് വിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചക്കയുടെ ഉൽപ്പന്നങ്ങളായ പുഴുക്കിനുള്ള ചക്ക, ചക്കക്കുരു, അതുപോലെ തന്നെ ചക്കയുടെ ഹൽവ, ചക്കയുടെ മിക്സർ, അതാണ് നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഐറ്റം. ചക്കയുടെ മിക്സറും അതുപോലെ തന്നെ ചക്കയുടെ ഹൽവയും ഒക്കെയാണ്. യൂണിയൻ ബാങ്കിൻ്റെ നെടുങ്കണ്ടം ബ്രാഞ്ചാണ് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിന് കീഴിൽ നമുക്ക് 4-5 സ്റ്റാഫുകളുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നു. കൃത്യമായ ആസൂത്രണവും സർക്കാർ ആനുകൂല്യങ്ങളുടെ ശരിയായ വിനിയോഗവും ഉണ്ടെങ്കിൽ കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിൽ മികച്ച വിജയം നേടാമെന്ന് തെളിയിക്കുകയാണ് എംപയർ എക്സ്പോർട്സിലൂടെ ഷിജിയും കൂട്ടരും. പ്രാദേശിക കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കാനും കുറച്ചുപേർക്കെങ്കിലും തൊഴിൽ നൽകാനും സാധിക്കുന്ന ഈ സംരംഭം ഇടുക്കിയുടെ കാർഷിക മേഖലയ്ക്ക് പുതിയൊരു ഉണർവാണ് പകരുന്നത്. ഈ ആഴ്ചയിലെ അമൃത ഭാരതം വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വികസന വാർത്തകളുമായി അടുത്തയാഴ്ച ഇതേ സമയം ദൂരദർശൻ മലയാളത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.